MT വാസുദേവൻ നായരുടെ 5 ചെറുകഥകളെ അടിസ്ഥാനമാക്കി മലയാളത്തിലെ പ്രധാനപ്പെട്ട താരങ്ങൾ അഭിനയിക്കുന്ന പ്രധാനപ്പെട്ട ചലച്ചിത്രകാരന്മാർ തയ്യാറാക്കുന്ന ഒരു സീരീസ് ഓഫ് സിനിമകൾ പുറത്തു വരാൻ പോവാണ്. ആ സിനിമകളുടെ പിന്നിൽ പ്രവർത്തിച്ച അണിയറ പ്രവർത്തകർക്ക് ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായി പുരസ്കാരങ്ങൾ നൽകാൻ തീരുമാനിക്കുന്നു. ആ പുരസ്കാരം നൽകാൻ ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ഓരോ അണിയറ പ്രവർത്തകരെ വിളിക്കുന്നു. അതിൽ രമേശ് നാരായണൻ എന്ന് പറഞ്ഞ ചലച്ചിത്ര സംഗീത സംവിധായകൻ, അദ്ദേഹത്തിന് പുരസ്കാരം നൽകാമെന്നത് നടൻ ആസിഫ് അലിയാണ്. ആസിഫ് അലിയിൽ നിന്ന് അദ്ദേഹം പുരസ്കാരം ഏറ്റുവാങ്ങാൻ അത്ര സന്തോഷം കാണിച്ചില്ല, വേണ്ടത്ര എന്താ പറയുന്നത് താല്പര്യമില്ലാതെ അത് വാങ്ങിക്കുന്നു. ആസിഫ് അലിയുടെ മുഖത്ത് നോക്കുന്നില്ല, ആസിഫ് അലിക്ക് അദ്ദേഹം ഹസ്തദാനം ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ സുഹൃത്തും പ്രിയപ്പെട്ട സംവിധായകനുമായ ജയരാജിനെ വിളിച്ചു വരുത്തി ജയരാജിൻ്റെ കൈ കൊടുത്തിട്ട് വീണ്ടും വാങ്ങി. ആ വീഡിയോ എല്ലാവരും കണ്ടു, എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ അത് ആസിഫ് അലിക്ക് വലിയ ഇൻസൾട്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാം. പക്ഷേ ആസിഫ് അലി അവിടെ നിന്ന് പിൻവാങ്ങുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതൊന്നുമല്ല, ഞാൻ വൈകിയാണ് വിളിക്കപ്പെട്ടത്, അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട സംവിധായകനാണ് ഇദ്ദേഹം, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണമല്ലോ, അദ്ദേഹം കൂടി ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, ജയരാജൻ എന്നൊക്കെയാണ്. എന്തായാലും ഭയങ്കരമായ വിമർശനം ഇദ്ദേഹം നേരിടുകയാണ്. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ഒരു വിശദീകരണ പ്രസ് മീറ്റ് നടത്തിയത്. വലിയ തോതിൽ ആസിഫ് അലിക്കുള്ള പിന്തുണ പ്രഖ്യാപനവും നമ്മൾ കാണുന്നുണ്ട്. അജിംസിന് എന്താണ് ടോട്ടലി കണ്ടപ്പോൾ തോന്നിയത്? അതിനകത്ത് കുറേ കാര്യങ്ങൾ ഇപ്പോൾ രമേശ് നാരായണൻ പറയുന്നതിൽ ചില സംഗതികളുണ്ട്. ഈ ഇൻസൾട്ടിൻ്റെ ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്, പക്ഷേ അദ്ദേഹവും അതിന് മുമ്പ് നമ്മൾ കാണുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ അനുഭവിച്ചു എന്നാണ് പറയുന്നത്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ച പോലും വിശ്വസിക്കാൻ പറ്റില്ല. എത്രത്തോളം ഒരാൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അയാൾ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് വളരെ മോശമായിപ്പോയി. എന്താണ് ഇയാൾ കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു യുവ നടനുണ്ട്, കാരണം ഒരുപക്ഷെ രമേശ് നാരായണനേക്കാൾ മലയാളികൾക്ക് അറിയാവുന്ന ഒരു മുഖം ആസിഫ് അലിയാണ്. അദ്ദേഹത്തിൽ നിന്ന് അവാർഡ് സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നു, മറ്റൊരാളെ കൊണ്ട് അവാർഡ് മേടിപ്പിക്കുന്നു എന്നാണ് ആ വീഡിയോ ആണ് നമുക്ക് തോന്നുന്നത്. അതിനുശേഷം രമേശ് നാരായണൻ അതേക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അവിടെ ഈ MT വാസുദേവൻ നായരുടെ ചെറുകഥകളെ ആസ്പദമാക്കി ഒരു ആന്തോളജി മൂവി എടുക്കുകയാണ്. അപ്പോൾ ആ ആന്തോളജി മൂവിയിലെ വ്യത്യസ്ത കഥകൾ വ്യത്യസ്ത സംവിധായകരാണ് ചെയ്യുന്നത്. അപ്പോൾ അവരിലെല്ലാവർക്കും ഉപഹാരം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് സംവിധാനം ചെയ്ത സംവിധായകരെയും അതിലെ മുഴുവൻ ടീമിനെയും, ഈവൻ മ്യൂസിക് ഡയറക്ടർ ഉൾപ്പെടെ, മ്യൂസിക് കമ്പോസർ ഉൾപ്പെടെ ഉപഹാരം നൽകുന്നുണ്ട്. പക്ഷേ ഈ ജയരാജിൻ്റെ സിനിമയ്ക്ക് ടീമിന് ഉപഹാരം നൽകിയപ്പോൾ അതിൽ മ്യൂസിക് ഡയറക്ടറായി എന്നെ വിളിച്ചില്ല. ഞാൻ അവിടെ നോക്കിയിരിക്കുകയാണ്. അതെനിക്ക് വിഷമമുണ്ടായി. അവസാനം ഇത് ആരോ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം അയാളെ വേദിയിൽ വരുത്താതെ, വേദിയിലേക്ക് ക്ഷണിക്കാതെ ഇരുന്ന സദസ്സിലിരുന്നുകൊണ്ട് തന്നെ ആസിഫ് അലിയെ വിളിച്ച് ഒരു ഉപഹാരം കൊടുക്കുകയാണ്. കൊടുക്കാൻ വേണ്ടി ആങ്കർ ഇദ്ദേഹത്തിൻ്റെ പേര് വിളിക്കുന്നത് സന്തോഷ് നാരായണൻ എന്ന് മറ്റുമാണ്. അത് ഒരു അപരിഹാര്യമായ തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രമേശ് നാരായണൻ ആരാണ് എന്ന് അറിയാത്തവരുണ്ടാകാം, പക്ഷെ അറിയുന്നവർക്ക് അദ്ദേഹം വലിയ ആൾ തന്നെയാണ്. കാരണം മലയാളത്തിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ഏറ്റവും വലിയ ഐക്കണായിട്ട് ഇപ്പോൾ അദ്ദേഹം ഉണ്ട്. കർണാടിക് സംഗീതം മാത്രമല്ല സംഗീതം, ഹിന്ദുസ്ഥാനി സംഗീതം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഏറ്റവും വലിയ ഐക്കൺ തന്നെയാണ് രമേശ് നാരായണൻ. അദ്ദേഹം വളരെ കുറച്ച് സിനിമകളെ സംഗീത സംവിധാനം ചെയ്തില്ലെങ്കിലും അതെല്ലാം മെമ്മറബിൾ ആയിട്ടുള്ള വർക്കുകളാണ്. സംഗീതപ്രേമികൾക്ക് എല്ലാവർക്കും അറിയാവുന്നത്, നമ്മളിനി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഗർഷോമിലെ പാട്ടായാലും മേഘമൽഹാറിൻ്റെ പാട്ടായാലും സംഗീതപ്രേമികളെ സംബന്ധിച്ച് അതൊക്കെ ബെസ്റ്റ് വർക്ക് തന്നെയാണ്. കർണാടിക് സംഗീതം മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ഇപ്പോൾ രവീന്ദ്ര മാഷൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കുറേ കൂടി തെളിഞ്ഞ ഹിന്ദുസ്ഥാനി സംഗീതം മലയാള സിനിമയിൽ കൊണ്ടുവന്ന ആളാണ് രമേശ് നാരായണൻ. അപ്പോൾ അങ്ങനെ ഒരാളെ അറിയില്ല, അയാളുടെ പേര് പോലും അറിയില്ല എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാൻ വൈകുന്നു. അദ്ദേഹത്തെ സദസ്സിലിരുത്തി ഉപഹാരം കൊടുക്കുന്നു പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ പിള്ളേർക്ക് ദേഷ്യം വരും. അദ്ദേഹം വിശദീകരിച്ച പ്രകാരം ഞാൻ വീണ്ടും ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കത് മനസ്സിലായത്, അദ്ദേഹം ഇറങ്ങി ആസിഫ് അലിയുടെ നിന്ന് ഉപഹാരം സ്വീകരിക്കുമ്പോൾ അദ്ദേഹം തൃപ്തനല്ല. ഒന്ന് അദ്ദേഹത്തിൻ്റെ പേര് തെറ്റിച്ച് വിളിച്ചു, മറ്റൊന്ന് സദസ്സിലിരുത്തി ഉപഹാരം കൊടുത്തു. ഇത് തന്നെ ഒരുതരം അപമാനമാണ്. അങ്ങനെ അപമാനിതനായ ഒരാൾ ആസിഫ് അലിയിൽ നിന്ന് പുരസ്കാരം വാങ്ങുമ്പോൾ അയാൾ ആസിഫ് അലിയോട് എങ്ങനെ പെരുമാറി എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ആസിഫ് അലിയോട് അയാൾ പെരുമാറുന്നത് വളരെ മോശമായിട്ടാണ്. ആസിഫ് അലിയുടെ നിന്ന് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പോലും തയ്യാറാവുന്നില്ല, അവർ സംസാരിക്കുന്നത് ഇതിന് മുഖത്തേക്ക് പോലും നോക്കുന്നില്ല. പകരം ജയരാജ് എവിടെ, അദ്ദേഹത്തിൻ്റെ സംവിധാനം, അദ്ദേഹത്തിൻ്റെ ടീമിലുള്ള ജയരാജ് എവിടെ എന്ന് പറയുന്നു. ഒരുതരം പ്രതികാരം ചെയ്യുന്നത് പോലെ, ആ സംഘാടകരോട് പ്രതികാരം ചെയ്യുന്നത് പോലെ ആ ഉപഹാരം അദ്ദേഹത്തിൽ നിന്ന് വാങ്ങി സദസ്സിലേക്ക് തിരിഞ്ഞു വാങ്ങുന്നു, തിരിച്ചു പോകുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം തന്നെ പറയുന്നു, എനിക്ക് ആസിഫ് അലിയോട് അങ്ങനെ പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നുമില്ല, അദ്ദേഹത്തെ വിളിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്കത് കുറേ കൂടി ലോജിക്കലാണ്, അദ്ദേഹത്തിൻ്റെ വിശദീകരണം എനിക്ക് ലോജിക്കലാണ് തോന്നുന്നത്. അദ്ദേഹം മാപ്പ് പറയുക കൂടി ചെയ്തു, ആ സംഭവത്തിൽ മാപ്പ് പറയുക ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വികാരം വ്രണപ്പെട്ട അപമാനിതരായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അപമാനിതരായപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ദുഃഖം പ്രകടിപ്പിച്ച് മറ്റൊരാൾ അപമാനിക്കുന്നതായിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ മലയാളികൾ മൊത്തത്തിൽ ഈ രമേശ് നാരായണനെ കുറ്റപ്പെടുത്തുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അത് ആസിഫ് അലിയോടുള്ള സ്നേഹം കൊണ്ടാണ്. കാരണം ആസിഫ് അലിയുടെ ഒരു മെൻറ്റാലിറ്റി കൂടി നമ്മൾ നോക്കണമല്ലോ. അദ്ദേഹം തീർത്തും അപമാനിതനായിപ്പോയി. അത് അദ്ദേഹം വളരെ കൂളായിട്ട് അത് ഹാൻഡിൽ ചെയ്തെങ്കിൽ പോലും നമുക്കാണെങ്കിൽ പോലും ഭയങ്കര വിഷമം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ്. പക്ഷെ ഞാനിവിടെ ഒരേ സമയം രമേശ് നാരായണനോടൊപ്പം ആസിഫ് അലിയോടൊപ്പമാണ്.
പിന്നെ ഈ വിഷയത്തിൽ ഈ സോഷ്യൽ മീഡിയയൊക്കെ രമേശ് നാരായണനെ വളരെ ക്രൂരമായി ആക്രമിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പോലും ഉയർത്തിക്കൊണ്ടു അദ്ദേഹം ഈ രാഷ്ട്രീയ നിലപാടുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ പെരുമാറിയെന്ന് പറഞ്ഞാൽ അതിൽ കാര്യമില്ലാന്ന് തോന്നുന്നു. അത് ആരാണെങ്കിലും അത്രയും സീനിയറായിട്ടുള്ള ഏത് കലാകാരനാണെങ്കിലും ഒരു പക്ഷേ അവിടെ അതിലും കൂടുതൽ ഇനി നോക്ക്, നമ്മൾ ഇപ്പോൾ ഇളയരാജയായിരുന്നു ആ സിറ്റുവേഷനിൽ എന്ന് ആലോചിച്ച് നോക്കുക, യേശുദാസ് ആയിരുന്നു ആ സിറ്റുവേഷനിൽ നിന്ന് ആലോചിച്ച് നോക്കുക, എന്തായാലും നമുക്ക് ഇതിന് മോശമായൊരു സീൻ അവിടെ ഉണ്ടാവുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. രമേശ് നാരായണൻ അത്രയല്ലേ ചെയ്തുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഈ വിഷയത്തിൽ ആസിഫ് അലിയോടൊപ്പവും രമേശ് നാരായണനോടൊപ്പമാണ്. ഓക്കെ, എന്താ തന്നെയാണ് ഈ രമേശ് ഇതിൽ ആദ്യം അപമാനിക്കപ്പെട്ട ആൾ രമേശ് നാരായണനാണ്. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ വിഷമം അദ്ദേഹം പ്രകടിപ്പിച്ചപ്പോൾ അതിന് ഇരയായത് പാവം ആസിഫ് അലി ആയിരുന്നു. ഇത് യഥാർത്ഥത്തിലെ പ്രതി ആരാണ്? സംഘാടകരാണ്. ഇത് ഈ ജാതി സംഗതികൾ നമ്മൾ എത്ര തവണ വിധേയമായിട്ട് നിഷേധം. നമ്മൾ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ പേര് തെറ്റിച്ച് വിളിക്കുക, ഡെസിഗ്നേഷൻ തെറ്റിച്ച് വിളിക്കുക, ഇതൊക്കെ പൊതുപരിപാടികൾക്ക് പോകുന്നവരെല്ലാം അനുഭവിക്കുന്നൊരു ശിക്ഷയാണ്. അപ്പോൾ ഇതെന്താ പ്രശ്നം എന്നറിയോ? കാര്യങ്ങൾ കോമ്പയർ ഏൽപ്പിക്കും. അങ്ങനെയാണ് കോമ്പിയറെ സെലക്ട് ചെയ്യുന്നത്. നല്ല ശബ്ദ മാധുര്യമുള്ള ആൾ, കാണാൻ ഭംഗിയുള്ള ഒരാൾ, ഇതാണ് കോമ്പിയറെ സെലക്ട് ചെയ്യുന്നതിൻ്റെ മാനദണ്ഡം. ഈ പരിപാടിയുടെ ഒരു സ്പിരിറ്റ് എന്താണ്, അതിൻ്റെ ആത്മാവ് എന്താണ്, അതിൽ പങ്കെടുക്കുന്ന ഗസ്റ്റുകൾ, അവർക്ക് കൊടുക്കേണ്ട പ്രിവിലേജ് എന്താണ്, അവരുടെ ഒരു സ്റ്റാച്ചർ എന്താണ്, ഇതൊന്നും മനസ്സിലാക്കാതെ വിളിച്ച് പറയുക. അപ്പോൾ ഈ വിളിച്ച് പറയുന്നതനുസരിച്ചാണല്ലോ ഇതിൻ്റെ ഒരു കൊറിയോഗ്രാഫി കിടക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇത് നിൽക്കുന്നത്. അപ്പോൾ ഒരു കോമ്പിയർ വേണ്ടെന്നല്ല പറയുന്നത്, കാര്യങ്ങൾ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സംഘാടകർ വളരെ വ്യക്തമായിട്ടുള്ള റൺ ഡൗൺ തയ്യാറാക്കണം. ആ റൺ ഡൗൺ ഈ ആകാശം ഇടിഞ്ഞു വീണാലും റൺ ഡൗൺ അനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടു നടക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. പക്ഷേ അതൊന്നും ശ്രദ്ധിച്ച് നോക്കും. ഇത്തരം പരിപാടി നടക്കുന്നിടത്ത് കോമ്പിയറുടെ കയ്യിലൊരു ഷീറ്റ് ഉണ്ടാവും. പക്ഷേ ഈ ബാഡ്ജ് കുത്തിയ ഇതിൻ്റെ സംഘാടകർ ഓരോരുത്തർ പോയിട്ട് ചെവിയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ കോമ്പിയർ ആകെ അസ്വസ്ഥരാകും, അതാവും, എന്നിട്ട് പരിപാടി കുളമാവും. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാണ്. അതാണ് ഇന്നലെ സംഭവിച്ചത്. അപ്പോൾ രമേശ് നാരായണന് അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹം അങ്ങേയറ്റം അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തോട് ചെയ്യാൻ പാടില്ലായിരുന്നു. അദ്ദേഹം പ്രസിദ്ധനാണോ അല്ലയോ എന്നുള്ളതല്ല, ആ പ്രോഗ്രാമിൽ അദ്ദേഹത്തെ ക്ഷണിച്ച് വരുത്തിയാണ്. അദ്ദേഹം പങ്കാളി മ്യൂസിക് കമ്പോസ് ചെയ്ത എന്താണ് സ്വർഗം തുറക്കുന്ന നേരം, ജയരാജ് സംവിധാനം ചെയ്ത സിനിമയിൽ അദ്ദേഹമാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാക്കി എല്ലാ സിനിമയുടെയും ഡയറക്ടറെയും ക്രൂവിനെയും സ്റ്റേജിൽ വിളിച്ച് വരുത്തി അവർക്ക് ഉപഹാരം കൊടുത്തപ്പോൾ ഇദ്ദേഹത്തെ വിളിച്ചില്ല. അപ്പോൾ പരിപാടി കഴിഞ്ഞപ്പോൾ അശ്വതിയുടെ MTയുടെ മകളുടെ ശ്രദ്ധയിൽ അദ്ദേഹം പെടുത്തിയപ്പോഴാണ് അവർക്കിത് കത്തുന്നത്. അപ്പം പെട്ടെന്നുണ്ടായിരുന്നല്ലോ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോമ്പിയറോട് പോയി പറയുന്നു, ആസിഫ് അലിയെ വിളിക്കുന്നു. അപ്പോൾ ആ ഒരു സമയത്തുണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അസ്വസ്ഥതാ പ്രകടനമാണത്. അതിൽ ആസിഫ് അലി ഇരയായിപ്പോയി എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ആസിഫ് അലിയോട് അദ്ദേഹം ക്ഷമ ചോദിക്കുന്നുണ്ട്. ആസിഫ് അലിയോട് എനിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും വിയോജിപ്പുള്ളതായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ പരിപാടി നടത്തുന്ന ആളുകളാണ് അത് ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ഈ വിഷമമുണ്ടാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ പരിപാടിയിലെ മനോഹരമായ ഹൃദയാവർജകമായ ഒരു രംഗമുണ്ടായിരുന്നു. ഇത് MT ആദരിക്കുന്ന MTയുടെ പിറന്നാളാണെന്ന് മനസ്സിലാക്കണം. കേരളത്തിൻ്റെ മഹാപ്രതിഭ. ആ മനുഷ്യൻ മമ്മൂട്ടിയുടെ തോളിൽ നെഞ്ചിൽ ചാഞ്ഞു നിൽക്കുന്ന അസാധാരണമായുള്ളൊരു ദൃശ്യം മലയാളികൾക്ക് സമ്മാനിച്ചൊരു പരിപാടിയാണ്. എന്ത് മനോഹരമായ കാഴ്ചയായിരുന്നു. ആ ഒരു പരിപാടിയിൽ ഇങ്ങനൊരു കല്ലുകടി ഉണ്ടായതിൽ വലിയ സങ്കടമുണ്ട്. എന്തായാലും അത് സോഷ്യൽ മീഡിയയിലെ പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ്. പക്ഷേ അതിന് പല വശങ്ങളും ഉണ്ട്. നമുക്ക് നാളെ ഇരിക്കാൻ. നമസ്കാരം.